ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തിയതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ പറയുന്നത്. താൻ മുൻകാലങ്ങളിൽ തൃശ്ശൂരിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാം. ജനപിന്തുണ കോൺഗ്രസിനൊപ്പമാണെന്നും BJPയും LDFും നൽകിയത് വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറയുകയാണ്. 100-ൽ പരം സീറ്റുകൾ ഇത്തവണ UDF നേടും. അതിലൊരു സീറ്റ് തൃശ്ശൂരിൽ നിന്നായിരിക്കുമെന്നും രാജൻ പല്ലൻ അമൃത വാർത്തകളോട് പറഞ്ഞു. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആ പ്രചരണത്തിന്റെ വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി അധികമില്ല അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ എന്താണ് ഈ രണ്ടാം ഘട്ടത്തിലെ പ്രതീക്ഷ? മണ്ഡലമടിസ്ഥാനത്തിലുള്ള പര്യടനം ഞങ്ങൾ ആരംഭിച്ചു. ജീപ്പിലുള്ള പര്യടനം ആരംഭിച്ചു. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഈസ്റ്റ് മേഖല കഴിഞ്ഞു, ഒല്ലൂക്കര മേഖല കഴിഞ്ഞു. ഇന്ന് അയ്യന്തോൾ മേഖലയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഉച്ചയ്ക്ക് 3 മണിക്ക് വീണ്ടും പര്യടനം ആരംഭിക്കും. വളരെ സന്തോഷകരമായ ഒരു സപ്പോർട്ടാണ് ജനങ്ങൾ തരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ 2000 മുതൽ 2025 വരെ തുടർച്ചയായിട്ട് കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. അതുപോലെ തന്നെ മേയറായിരുന്നു. ഈ കാണുന്ന നമ്മളിപ്പോൾ പൂങ്കുന്നം ജംഗ്ഷനാണ് നിൽക്കുന്നത്. ഈ പൂങ്കുന്നം ജംഗ്ഷൻ ഡെവലപ്പ് ചെയ്ത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ്. പൂങ്കുന്നം ജംഗ്ഷൻ ചെറിയൊരു ജംഗ്ഷനായിരുന്നു. ഇത് ഫ്രീ ലെഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പൂങ്കുന്നം ജംഗ്ഷനടക്കം നിരവധി ജംഗ്ഷനുകളുടെ വികസനം ഞാൻ മേയറായിരിക്കുമ്പോൾ അന്ന് ചെയ്യാൻ പറ്റി. അതുപോലെ ദിവാഞ്ചിമൂല മേൽപ്പാലം, പട്ടാളനോട് ബോട്ടിലിലേക്ക്, ശക്തൻ നവീകരണം, അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഇന്നും ജനങ്ങളത് ഓർക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അവരുടെ സപ്പോർട്ട് എനിക്ക് വലിയ ഊർജ്ജമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാജേട്ടാ, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നു. BJP ഈ ദേശീയ നേതാക്കളെയൊക്കെ കളത്തിലിറക്കിയുള്ള ഒരു പ്രചരണമാണ്. അത് ഒരു ഭീഷണിയാണോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണെന്ന് തോന്നുന്നത്? ഇല്ല, പ്രധാനമന്ത്രി വന്നു ഒന്നും സംഭവിച്ചില്ലല്ലോ. പ്രധാനമന്ത്രി തൃശ്ശൂരിന് വേണ്ടി എന്ത് വാഗ്ദാനം നൽകി? കഴിഞ്ഞ പ്രധാനമന്ത്രി അവിടെ നിൽക്കട്ടെ, മറ്റേ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന LDF കൗൺസിലാണ്. 10 വർഷക്കാലം അവരുടെ ഭരണമായിരുന്നു. എന്ത് തൃശ്ശൂരിന് വേണ്ടി നൽകി? അസംബ്ലിയിൽ പരിശോധിക്കുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് ഒരു മന്ത്രി ഉണ്ടായിരുന്നു തൃശ്ശൂരിന്, ഒരു MLA ഉണ്ടായിരുന്നു തൃശ്ശൂരിന്. എന്ത് വികസന പ്രവർത്തനങ്ങളുമാണ് തൃശ്ശൂർ ചൂണ്ടിക്കാണിക്കാനുള്ളത്? പ്രധാനമന്ത്രി വന്നുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് തോന്നുന്നത്. പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവും കൂടിയാണ്. പ്രധാനമന്ത്രിയാണ്, രാഷ്ട്രീയ പാർട്ടി നേതാവും കൂടിയാണ്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം വന്നു പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇത്തവണ എങ്ങനെയാണ്, അതായത് ജനപിന്തുണ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആളുകൾക്കൊരു മാറ്റം, ഭരണമാറ്റം വേണമെന്നുള്ളൊരു പൊതുവെ ഒരു അഭിപ്രായം തോന്നുന്നുണ്ടോ? സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ് വ്യാപകമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ശബരിമല കൊള്ളയടക്കം നമുക്കറിയാവുന്നതാണ്. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് 100-ൽ പരം സീറ്റുകൾ UDFന് ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ നേതാക്കൾ അവകാശപ്പെട്ടത്. അതിലൊരു സീറ്റ് തൃശ്ശൂർ സീറ്റായിരിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും, വലിയ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും അതാണ് രാജൻ ജെ പല്ലനാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ചേർന്നത്. വലിയ പ്രതീക്ഷ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാം ഘട്ട പ്രചരണത്തിലെത്തുമ്പോഴും വലിയ ജനപിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.